ശ്രീ എ സമ്പത്ത് പല സാംസ്കാരിക പ്രവർത്തകരും രാജ്യത്ത് പലയിടത്തും അസഹിഷ്ണുതയുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നിരുന്നു. അവരും കേരളത്തിൽ വന്നാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്നാൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താം, അതേത് അഭിപ്രായമാണെങ്കിലും എന്നൊരു അന്തരീക്ഷമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഇടത്ത് കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. തുഷാർ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കൂക്കി വിളിക്കപ്പെട്ടു, പ്രതിഷേധം നേരിട്ടു, വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ലജ്ജാകരമല്ലേ? അഭിലാഷ് ചോദിച്ച ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നമ്മൾ വായിക്കുകയുണ്ടായി. ഇന്നിങ്ങനെ അഭിലാഷ്, ഇപ്പോൾ നമ്മുടെ മാതൃഭൂമി ഈ ടെലിവിഷനിൽ ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് നിങ്ങളൊരു ധൈര്യം കാട്ടി എന്നതിന് നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. എന്താണെന്ന് പറയട്ടെ, നമ്മൾ ഈ ജീവിക്കുന്ന ഈ കേരളക്കരയിൽ വളരെ പ്രചാരമുള്ള ഒരു പ്രധാനപ്പെട്ട മലയാള ദിനപത്രം ഒരു ജനുവരി 30 അതിൻ്റെ എഡിറ്റോറിയൽ എഴുതിയത് നമ്മൾ ഗാന്ധിജിയെ കൊന്നു എന്നാണ്. നമ്മുടെ ആരുടെയും പ്രപിതാമഹന്മാർ, നമ്മുടെ വീട്ടിലുള്ള ആളുകളും ഗാന്ധിജിയെ കൊല്ലാനായി ഗൂഢാലോചന നടത്തിയവരോ പങ്കാളികളായവരോ തോക്കിൽ ഉണ്ട നിറച്ചു കൊടുത്തവരോ ആ പ്രതികളെ ഒളിവിൽ താമസിപ്പിച്ചവരോ ആ വധത്തെ ന്യായീകരിക്കാനായി നടന്നവരോ അല്ല. ഈ കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനപത്രം തന്നെ അവരുടെ എഡിറ്റോറിയൽ ഒരു ജനുവരി 30 ഈ രാജ്യം രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ നമ്മൾ ഗാന്ധിയെ കൊന്നു എന്നെഴുതിയവരാണ്. ആ മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ ഇത് ഒരു ഇംഗ്ലീഷ് പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ചിത്രമാണത്. ഇത് ദി മെൻ ഹൂ കിൽഡ് ഗാന്ധി എന്നുള്ളതാണ്. ഇതിനകത്ത് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കൂടുതലായി കടക്കുന്നില്ല. രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങൾ, എൻ്റേതായ അഭിപ്രായം, അത്തരത്തിൽ CPM-ൻ്റെ അഭിപ്രായം, CPM-ൻ്റെതായ കമ്മ്യൂണിക്കേയൊക്കെ വന്നിട്ടുണ്ട്. ഇത് മാർച്ച് മാസം 2-ാം തീയതി പുറത്തിറങ്ങിയ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ വാരാന്ത പതിപ്പ് മാതൃഭൂമിയുടേതായിട്ടുള്ളത് ഈ മാർച്ച് 2-ന്. ഇവിടെ ഇതിൽ പറയുന്നത് ശ്രീ അരുൺ ഷൂറിയുടേതായിട്ടുള്ളൊരു പുസ്തകത്തെ സംബന്ധിച്ചാണ്. ഇല്ല, അവർ ഒരുമിച്ച് താമസിച്ചിട്ടില്ല, ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുമില്ല. ഇത് മഹാത്മാഗാന്ധിയുടെ ചിത്രവും സവർക്കറിൻ്റെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ വധത്തിന് ശേഷം, ആ രക്തസാക്ഷിത്വത്തിന് ശേഷം ഗാന്ധിജി ആത്മഹത്യ ചെയ്തതല്ല, ഗാന്ധിജി സ്വാഭാവിക മരണം വരിച്ചതല്ല, ഗാന്ധിജി പട്ടിണി കിടന്ന അത്തരത്തിൽ നിരാഹാര സമരത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മരണത്തെ പുൽകിയതല്ല, ഗാന്ധിജിയെ കൊന്നതാണ്. ഗാന്ധിജിയെ കൊന്നത് വെടിവെച്ച് കൊന്നതാണ്. ഒരു വെടിയിലല്ല 3 വെടി കൊണ്ട് ആ വിധത്തിൽ മരണം ഉറപ്പാക്കിയതാണ്. ആ കൊലയാളിയെ പിടികൂടിയത് അവിടുത്തെ തോട്ടക്കാരനായ ഒരു തൊഴിലാളിയാണ്. ഗാന്ധിജി അത്തരത്തിൽ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് തന്നെ അതേ വർഷം 3 തവണ അദ്ദേഹത്തിന് നേർക്ക് വധോദ്യമങ്ങൾ ഉണ്ടായി. ഒരു തവണ കത്തിയുടെ രൂപത്തിലാണ് വന്നത്. ആ കൊലയാളി ആ കത്തിയെ വീശുമ്പോൾ ആ കത്തിക്ക് മുന്നിലേക്ക് തൻ്റെ ശരീരം എടുത്തെറിഞ്ഞതുപോലെ ചെന്ന് വീണ് ഗാന്ധിജിയെ രക്ഷിച്ചത് ഒരു തൊഴിലാളിയായിരുന്നു, ഇന്ത്യയിലെ ഒരു തൊഴിലാളി, വിയർപ്പിൻ്റെ ഗന്ധമുള്ള. മറ്റൊരു തവണ അദ്ദേഹത്തിനെതിരെ ബോംബെറിഞ്ഞു. ആ ബോംബെറിഞ്ഞതും ഒരു വർഗീയവാദിയായിരുന്നു. ബോംബെറിഞ്ഞത് എവിടെ വെച്ചിട്ടാണ്? ഈ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ഗാന്ധിജി എന്ന പേര് എന്നുള്ളതിനപ്പുറം, ഗാന്ധിജി എന്നുള്ള ചിത്രം എന്നുള്ളതിനപ്പുറം ഗാന്ധിജിയുടെ ആശയങ്ങളെ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളത്. അതിലെ ഒറ്റ സെക്കൻഡോട് ഞാൻ പറയട്ടെ, ഇത് ഏത് ദിവസമാണ് അവർ നടത്തിയത്? ഏത് ദിവസമാണ് പല്ലേഷേ? മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്നതായിട്ടുള്ള ഒരു മഹത്തായ കൂടിക്കാഴ്ചയുണ്ട്. ആ 2 യുഗപുരുഷന്മാർ തമ്മിൽ കണ്ടത്, 2 സൂര്യന്മാർ തമ്മിൽ അത്തരത്തിൽ ഒരുമിച്ച് കൂടിയത് തങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ ഭാഷ അപ്പുറവും ഇപ്പുറവും ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാനും കഴിയില്ല, ദ്വിഭാഷയുടെ സഹായത്തോടു കൂടി. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ അത്തരത്തിൽ അവർ തമ്മിൽ നടന്നതായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ശിവഗിരി കുന്നുകളിൽ അതിൻ്റെ ശതാബ്ദി ദിനത്തിലാണ് ഇവിടെ ഈ നെയ്യാറ്റിൻകരയിൽ ഇത്തരത്തിലൊരു കാര്യം RSSൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ BJPയുടെ സഹായത്തോടു കൂടി നടത്തിയിട്ട് അതിനെല്ലാം ന്യായീകരിക്കാനായി വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ, ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ, ഞങ്ങൾ പറയുന്നതേ നിങ്ങൾ പറയാവൂ, ഞങ്ങൾ എഴുതി തരുന്നതേ നിങ്ങൾ വായിക്കാവൂ, ഞങ്ങൾ എഴുതിയതേ നിങ്ങൾ പാടാവൂ, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കാവൂ എന്നുള്ള നിലയിലേക്കുള്ള അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ മാത്രമല്ല, ഇത് ഭീരുത്വമാണ്. ഡ്രാക്കുളയ്ക്ക് കുരിശ് കണ്ടാലുള്ള ഭയം പോലെ വിഷപ്പാമ്പിന് ഈ നമ്മൾ വെളുത്തുള്ളി അതിൻ്റെ ഗന്ധം അത് വല്ലാതെ ഭയപ്പെടുന്നത് പോലെ ഈ പെരിച്ചാഴിക്ക് പകൽ വെളിച്ചം കണ്ടാലുള്ള ഭയം പോലെയാണ് ഇത്തരത്തിൽ വർഗീയവാദികൾക്ക് മഹാത്മാഗാന്ധി എന്ന് കണ്ടാൽ, കേട്ടാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ എല്ലാം അവർ ഭയക്കുന്നത്. അത് വല്ലാത്ത ഭയപ്പാടാണ്.